എല്ലാം പ്രതികൂലമാകുമ്പോൾ ദൈവം നിന്നെ കൈവിടത്തില്ല. പ്രതികൂലമാകുമ്പോൾ മനുഷ്യൻ നിന്നെ കൈവിടും, ഒരേ രക്തത്തിലുള്ളവർ നിന്നെ കൈവിടും. പക്ഷെ ദൈവം നിന്നെ കൈവിടത്തില്ല കുഞ്ഞ്. നിങ്ങൾ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണോ? നിങ്ങൾ പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടിരിക്കും. ഭയപ്പെടണ്ട. നിന്നെ തോൽപ്പിക്കുന്ന ഏത് പ്രശ്നത്തെയും തോൽപ്പിക്കാൻ ദൈവത്തിന് പറ്റും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അതിനൊരുക്കമായിട്ടുള്ള 4-ാമത്തെ ദിവസമാണ് നാം ഇന്ന് ഒരുമിച്ചായിരിക്കുന്നത്. ദൈവകൃപയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസങ്ങളുമാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളും നന്മകളും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും എല്ലാവരെയും നിങ്ങൾ അറിയിക്കുക. ഈ 4-ാം ദിവസവും പ്രത്യേകമായ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിനും ദൈവരാജ്യത്തിനും വിലയും ബഹുമാനവും ഉള്ളവരാണ്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ 4-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപയിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. 4-ാമത്തെ ദിവസം നമ്മൾ കേൾക്കുന്ന ദൈവവചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോടുകൂടെ. ആ വാക്ക് ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നൊരു വാക്കായിട്ട് ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? അസ്വസ്ഥയായി നിന്ന മറിയം ദൈവത്തിൽ നിന്ന്, ദൈവദൂതനിൽ നിന്ന് കേട്ട ഒരു സ്വരമാണ് ഭയപ്പെടേണ്ട. ഒരുപാട് കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഒത്തിരി ഭയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പലരും. എല്ലാവരും ഏതൊക്കെയോ ചില കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഒത്തിരി ഭയപ്പെടുന്നുണ്ട്. നമുക്ക് ചിലരുടെ മുഖവും ചിലരുടെ സ്വരവും സാന്നിധ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ കിട്ടും, ഇവരൊക്കെ എന്തൊക്കെയോ ഒത്തിരി ഭയമാണ് ഇവർക്ക്. ഈ കൊച്ചെന്തിനോ ഭയക്കുന്നുണ്ട്, ഈ കുടുംബം ഒത്തിരി ഭയത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം ഭയത്തിലിരിക്കുന്ന, അസ്വസ്ഥതയിലിരിക്കുന്ന ഹൃദയങ്ങളോട്, കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ സ്വരമാണ് ഭയപ്പെടേണ്ട. ഇത് മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കല്ല. ഇത് ലോകത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് താൽക്കാലികമായി നമ്മളെ ആശ്വസിപ്പിക്കാൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞൊരു വാക്കല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വാക്ക് ദൂതൻ വഴി അവിടെ എത്തുവാണ്. ഭയപ്പെടേണ്ട. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, എന്ത് കലങ്ങി മറിഞ്ഞ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളായിക്കൊള്ളട്ടെ. ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, മറ്റൊരാളോട് പറയാൻ പോലും പറ്റാത്ത വലിയൊരു വിഷമത്തിലാണ് ഞാനും ഞങ്ങളുടെ കുടുംബവും. ആരോട് ഞാനിത് പറയും? എങ്ങനെ ഇത് പറയും? ഇത് പറഞ്ഞാൽ അവർ ഞങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? പലതിനെക്കുറിച്ചും ഭയപ്പെട്ടിരിക്കുന്നവരോട്, ഭയം മനസ്സിൽ സൂക്ഷിച്ച് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നവരോട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കമായി നടത്തുന്ന പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന ദൈവീക സ്വരമാണ് ഭയപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവാണ്. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും ഭയപ്പെടേണ്ട എന്നൊരു വാക്കൊക്കെ, പക്ഷെ അതിനൊരു ജീവിതത്തോളം ആഴമുണ്ട്. എത്രയോ പേരെ ജീവിതത്തിൽ നിന്ന് കൈക്ക് പിടിച്ച് കയറ്റിയ വാക്കാണെന്നറിയാവോ? ഭയപ്പെടേണ്ട എന്നൊരു വാക്ക്. ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് നോക്ക്, ഒരു കുടുംബത്തിലെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മക്കളെ ഓർത്ത് ഒത്തിരി ഭയമുണ്ട്. അവർ കോളേജിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുകയാണ്. പക്ഷെ അവരെ ഓർത്ത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും എന്തൊക്കെയോ ഭയമുണ്ട്. ശരീരത്തെ ഓർത്ത് ഭയമുള്ളവരുണ്ട്. അവരനുഭവിക്കുന്ന രോഗത്തെ ഓർത്ത്, ഈ രോഗം വന്നവരൊക്കെ മരിച്ചു, ആ രോഗം എനിക്കും വന്നു,
ആ രോഗത്തിൻ്റെ തീവ്രതയേക്കാൾ കൂടുതൽ മനസ്സിൽ ഭയം കൊണ്ട് നടക്കുന്നവരുണ്ട്. സാമ്പത്തിക മേഖലയിൽ വലിയ ജപ്തിയുടെയും കടബാധ്യതയുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന, കുറഞ്ഞ മാസങ്ങൾക്ക് കഴിയുമ്പോൾ ജപ്തി ചെയ്യാൻ സാധ്യതയുണ്ട്, കുറേ ലക്ഷങ്ങൾ ആവശ്യമായിട്ടുണ്ട്, ആരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടും ആരും തരുന്നില്ല, കൂട്ടമായിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു, ഭയപ്പെടുന്നു. ദൈവം നിങ്ങളെ ദൈവവചനത്തിൽ നിന്ന് കേൾപ്പിക്കുന്ന സ്വരമാണ്, ഭയപ്പെടേണ്ട. അങ്ങനെ ഏതെങ്കിലും ഭയമുണ്ടെങ്കിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥന കടന്നു പോകുന്ന ഈ 4-ാം ദിവസം നിങ്ങളുടെ എല്ലാ ഭയങ്ങളെയും ഒന്ന് സമർപ്പിക്കുക. എല്ലാ ഭയവും സമർപ്പിക്കുക. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത് MLA MP ഒന്നും അല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ് നിന്നോട് പറഞ്ഞത്, നിൻ്റെ കുടുംബത്തോട് പറഞ്ഞത് ഭയപ്പെടേണ്ടെന്ന്. ആ വാക്കിൽ നമുക്ക് വിശ്വസിക്കാം. മനുഷ്യൻ്റെ വാക്ക് പോലെ ഇന്ന് പറഞ്ഞിട്ട് നാളെ പറഞ്ഞില്ലെന്ന് പറയുന്ന വാക്കല്ല ഇത്. ഇത് ആദ്യം മുതൽക്കേ മാറാതുള്ള, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്കാണ് നിന്നോട് പറഞ്ഞത്. ഭയപ്പെടേണ്ട, ഭയം ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയും, ഭയപ്പെടുത്തുന്ന വ്യക്തികളെയും, ഭയപ്പെടുത്തുന്ന വെല്ലുവിളികളെയും ദൈവകരങ്ങളിലേക്കൊന്ന് പരിപൂർണമായി സമർപ്പിച്ച്, പരിശുദ്ധ അമ്മ അതല്ല ചെയ്തത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതുപോലെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയുടെ ശുശ്രൂഷകളുടെ നാളുകളിൽ ഒന്ന് സമർപ്പിക്കുക. ആ മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കാണാൻ പറ്റും. ഞാൻ ഈ ഭയപ്പെടേണ്ടെന്ന വാക്ക് ബൈബിളിൽ പരിശോധിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് വളരെ അത്ഭുതകരമായ രീതിയിൽ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തരുന്നൊരു ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഈ പ്രാർത്ഥനാ നാളുകളിൽ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അത് 14-ാം അധ്യായം 22 മുതൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ബൈബിൾ നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കട്ടെ, അത് തുറന്നിരിക്കട്ടെ. ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധയോടെ ഒന്ന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. 14 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ ഹെഡിങ് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ യേശു നടക്കുന്നു എന്നാണ്. ഇതൊരു മാജിക് ഷോ അല്ല. ഏതെങ്കിലും മാജിക് ഷോ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പല രീതി. ഇത് മാജിക് അല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു അടയാളമാണ്. എന്തിനാണ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നത്? എന്തിനാണത് കാണിച്ചത്? എന്തിനെഴുതിയിരിക്കുന്നു? നമ്മൾ ചിന്തിക്കണം. ഓരോ വാക്കുകളും നമ്മളെടുത്ത് ആ വാക്യങ്ങളെ ധ്യാനിക്കുകയാണ്. 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അറിയാം. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഞാനത് നിങ്ങളോട് സാധാരണ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയട്ടെ. വലിയൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം ആളുകൾ, ജനസഞ്ചയം എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, അക്കരയ്ക്ക് പൊക്കോ. പറഞ്ഞതിന് ശേഷം യേശു റെസ്റ്റ് എടുക്കാൻ അല്ലെങ്കിൽ വിശ്രമിക്കാനല്ല പോയത്, ഒരു മലമുകളിലേക്ക് കയറി. ക്ഷീണിതനാണ്, കാരണം ഒരു ശുശ്രൂഷ ചെയ്തതിന് ശേഷം മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറി. ഈ ദിവസങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 ദിവസം ഇല്ലേ, അത് പ്രാർത്ഥിക്കാൻ ഒരു മലയിൽ കയറിയ ഒരു അനുഭവമാണ്. പ്രാർത്ഥനയുടെ നാളുകളാണ്, പ്രാർത്ഥനയുടെ മണിക്കൂറാണ്. അടുത്ത വാക്യം, പ്രാർത്ഥനയ്ക്ക് മലമുകളിൽ കയറി പ്രാർത്ഥിച്ചു. രാത്രി ആയപ്പോഴും യേശു അവിടെ തനിച്ചിരുന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നോക്കൂ, യേശു പോലും പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ കേൾക്കുന്ന ദൈവസ്വരമാണ്, ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കാത്തവൻ ലോകത്തിൻ്റെ സ്വരം കേൾക്കും, അത് മുഴുവൻ ഭയപ്പെടുത്തുന്നതാണ്, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മൾ കേൾക്കുന്ന സ്വരം നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വരമാണ്. നമ്മൾ എന്താ ഇവരിങ്ങനെ സംസാരിക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്വരമാണ്. പ്രാർത്ഥിക്കുന്നവൻ കേൾക്കുന്ന സ്വരം ഭയപ്പെടേണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണോ? നിങ്ങൾ പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണോ? നിങ്ങൾ ദൈവത്തിൻ്റെ ഈ സ്വരം കേട്ടിരിക്കും. ഭയപ്പെടേണ്ട, ഈ വാക്കിൽ ഒരു ജീവിതം ജീവിക്കും. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്ക്, ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഈ വാര്യം ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി, രാത്രിയായപ്പോഴും അവിടെ 24-ാമത്തെ വാക്യം, ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ മൊത്തം മാറുവാണ്. ആ യാത്രയ്ക്ക്, ശിഷ്യന്മാരുടെ ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി. എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ഒരു നിമിഷം അവിടെ നിർത്തുകയാണ് ഈ വാക്യത്തിൽ. ഇതെങ്ങനെയാണ് ഫോണും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഓൺലൈൻ മീഡിയ ഇല്ലാത്ത കാലത്ത്
സന്ധി രാത്രിയിൽ ഒരു മലയുടെ മുകളിലിരുന്ന യേശു ശിഷ്യന്മാർ പ്രതിസന്ധിയിലാണെന്ന് എങ്ങനെയായിരിക്കും അറിഞ്ഞത്? ഇന്നത്തെ പോലെ മെസ്സേജ് അയക്കുന്ന സംവിധാനങ്ങളില്ലാതെ രണ്ട് സ്ഥലത്താണ് നടക്കുന്ന സംഭവങ്ങളാണ്. യേശു പ്രാർത്ഥിക്കുന്നത് വഞ്ചിയിലിരുന്നല്ല, പ്രാർത്ഥിക്കുന്നത് മലയുടെ മുകളിലാണ്. ഈ സംഭവം നടക്കുന്നത്, ശിഷ്യന്മാർ ഭയപ്പെടുന്നത്, കാറ്റ് പ്രതികൂലമായതെല്ലാം കടലിലാണ്. രണ്ട് സ്ഥലത്തിരുന്ന് യേശു എങ്ങനെ ഇതറിഞ്ഞു? അതാണ് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവൻ കൂടെയുള്ളവരുടെ ഓരോ സാഹചര്യങ്ങൾ കാണാതെ തന്നെ കാണാൻ കഴിവുള്ളവനായിരിക്കും. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കണ്ടിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. കാണാത്ത കാര്യങ്ങൾ പോലും നമ്മളോട് പ്രാർത്ഥിക്കുന്നവന് ദൈവം കാണിച്ച് കൊടുക്കും ചില കാര്യങ്ങൾ. അവൻ്റെ കണ്ണിൽ കാണും. നോക്കൂ, യേശു അത് പ്രാർത്ഥനയിൽ കണ്ടു. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ പ്രതിസന്ധിയിലാണെന്ന്, വിഷമത്തിലാണെന്ന്. ആ സമയത്ത് എഴുതിയിരിക്കുന്ന വാക്കാണ്, കാറ്റ് പ്രതികൂലം, തിരമാലകളിൽപ്പെട്ടത് വല്ലാതെ പോലെ. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ബൈബിളിൽ അത് വരച്ചു വച്ചിട്ടുണ്ട്. അത് വരച്ചു വയ്ക്കാൻ കാരണം ഞാൻ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തോന്നുമ്പം ഇതുപോലത്തെ ഒരു വള്ളത്തിലാണല്ലോ ഈ വർഷം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. ഇതുപോലൊരു വള്ളത്തിലാണല്ലോ ദൈവമേ ഞാനും എൻ്റെ കുടുംബവും. എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ഇതുപോലൊരു വള്ളത്തിലായിരിക്കും. കാറ്റ് പ്രതികൂലം, കാറ്റ് പോലും പ്രതികൂലം, മനുഷ്യർ പ്രതികൂലം, സാഹചര്യങ്ങൾ പ്രതികൂലം, കൂട്ടുമായി നിന്ന പലരും എല്ലാം പ്രതികൂലം, ആരും അനുകൂലമില്ല, എല്ലാം പ്രതികൂലം. ഇവിടേക്കാണ് നമ്മൾ പിടുത്തം വിട്ടു പോകുന്നത്. നമ്മുടെ ലൈഫ് തന്നെ കൈവിട്ടു പോകുന്നൊക്കെ പോകും എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ എല്ലാം പ്രതികൂലം, എല്ലാം പ്രതികൂലമായിരുന്നു. ഇതുപോലൊരു സാഹചര്യം, എല്ലാം പ്രതികൂലം. ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? എന്നെ ഈ ശാലോം ടി വിയിലൂടെ ദൈവവചനം എന്നിലൂടെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പ്രതികൂലത്തിൽ ഇരിക്കുന്നവരുണ്ടോ? ഫോണിൻ്റെ ബെല്ലടിക്കുന്നത് പോലും പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഫോൺ ഇങ്ങനെ മേശ വെക്കും, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ. ഫോൺ എടുക്കുമ്പോൾ ഒരാൾ ആ വീട്ടിലെ അപ്പം പറയും, പോയി നോക്ക്, ആരാ നോക്ക്, എടുക്കണ്ടെന്ന് പറയും. അവൻ ഓടിപ്പോയി ഫോൺ കൈകൊണ്ട് എടുക്കിയാൽ നോക്കും. കട്ട് ചെയ്യുവാൻ പോലും, വിളിക്കുന്ന ഫോണിൻ്റെ ബെല്ല് പോലും പേടിയുള്ള സൈലൻ്റ് ആക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. ചില പ്രതികൂലം വരുമ്പോൾ, ശത്രുക്കൾ വരുമ്പോൾ, പണം ചോദിച്ച ആൾക്കാർ വരുമ്പോൾ, അല്ലെ ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ എടുക്കാൻ പേടി, ഫോൺ ബെല്ലടിക്കുന്നത് പോലും പേടി, മെസ്സേജ് വരുന്നത് പോലും ഭയത്തോടെ വായിക്കുന്നവരുണ്ട്. എല്ലാം പ്രതികൂലമുള്ളവരുണ്ട്. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ ആ കുടുംബത്തോട്, ആ വ്യക്തിയോട് ഇന്ന് നിങ്ങളോട് ഈ മീഡിയയിലൂടെ പറയുന്നു, നിങ്ങളെ കാണുന്നൊരു ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട്. ശിഷ്യന്മാർ ശ്രദ്ധിച്ചേ, അവരെ വള്ളത്തിൽ എല്ലാം പ്രതികൂലമായി പ്രതിസന്ധിയിലിരിക്കുമ്പം അവരറിഞ്ഞായിരുന്നോ പ്രാർത്ഥിക്കുന്ന യേശു, അല്ലെങ്കിൽ യേശു ഞങ്ങളെ അന്വേഷിച്ച് വരുമെന്ന്? നിങ്ങളെ അന്വേഷിച്ച് വരാൻ നിങ്ങളുടെ കുടുംബക്കാർ പോലും ഇല്ല, നിങ്ങളുടെ ഭാര്യ വീട്ടുകാരില്ല, ഭർത്തൃ വീട്ടുകാരില്ല, കല്യാണം കഴിച്ചു പോയ മക്കൾ വരുന്നില്ല, കൊച്ചുമക്കൾ വരുന്നില്ല. പക്ഷെ ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരും. എല്ലാം പ്രതികൂലമാകുമ്പോൾ ദൈവം നിന്നെ കൈവിടത്തില്ല. പ്രതികൂലമാകുമ്പോൾ മനുഷ്യൻ നിന്നെ കൈവിടും, ഒരേ രക്തത്തിലുള്ളവർ നിന്നെ കൈവിടും. പക്ഷെ ദൈവം നിന്നെ കൈവിടത്തില്ല കുഞ്ഞെ, ദൈവം നിന്നെ കൈവിടും. ഇതാണ് ആ വാക്യം വായിക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല ആ വാക്ക്, നിന്നെ ദൈവം കൈവിടില്ല കുഞ്ഞെ. ദൈവം നിൻ്റെ കുടുംബത്തെ കൈവിട്ട് കളയില്ല. കൈവിട്ട് കളഞ്ഞായിരുന്നെങ്കിൽ പണ്ടേ നീ മണ്ണും പൊടിയും ചാരവുമായി പോയേനെ. ദൈവം കൈവിടില്ല. അതാ മറിയത്തോട് പറഞ്ഞ്, നീ ഭയപ്പെടണ്ട. ആ ദൈവം നിന്നോട്, നിൻ്റെ കുടുംബത്തോട് അടുത്ത് വന്ന് മുഖത്ത് നോക്കി പറയുന്നത്, നീ ഭയപ്പെടണ്ട. നീ പ്രതിസന്ധിയിൽ വല്ലാതെ ഉറക്കാൻ പോലും പറ്റാതെ കട്ടിലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക്, വെല്ലുവിളിയിലേക്ക് നടന്നടുത്തു വരുന്ന ഒരു ദൈവം നിനക്കും എനിക്കുമുണ്ട്. അതാണ് നമ്മുടെ ജീവിതമൊക്കെ വെല്ലുവിളിയിലിടയിലും പിടിച്ചു നിൽക്കുന്നത്, തോറ്റു പോകാത്തത്, പരാജയപ്പെട്ടു പോകാത്തത്, നശിച്ചു പോകാത്തത്, കയറ് കഴുത്തേൽ ഇടാഞ്ഞത്, വിഷം വായിലോട്ട് ഒഴിക്കാഞ്ഞത്. എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമല്ലേ? ആ ദൈവമാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, അത് വല്ലാതെ ഉലഞ്ഞ്. ഇവിടെ ഒരു പരാജയപ്പെട്ട ശിഷ്യന്മാരെ കാണാൻ പറ്റും. ശിഷ്യന്മാരാരാണ്? ജനിച്ച് വീണപ്പോൾ തൊട്ട്, ആദ്യം 1 വയസ്സ് തൊട്ടുള്ളപ്പോൾ കാണുന്ന കടലും കാറ്റും തിരമാലയും ഒക്കെ. സാധാരണ കടലുമായി ബന്ധമില്ലാത്തവരൊക്കെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കും. പക്ഷെ കടലുമായി ബന്ധപ്പെട്ടവരൊന്നും ചെറിയ കാറ്റോ തിരമാലയോ വള്ളം ഉലയുന്നത് കണ്ടാലൊന്നും പേടിക്കത്തില്ല. അതൊക്കെ എക്സ്പീരിയൻസ്, അവർക്ക് അതൊക്കെ നല്ല അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അവർ വല്ലാതെ പേടിച്ചു. 25-ാമത്തെ വാക്യം, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്ന്. ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. കടലിൻ്റെ മീതെ നടന്ന്
അവരുടെ അടുത്തേക്ക് വന്നു. മനസ്സിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഈ ശാലോം ടി വിയിലൂടെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, എൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റുമോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദം? ആ ഒരു അനുഭവം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ശബ്ദമാണിത്. ഇത്രയും കോലാഹല കൊടുങ്കാറ്റും തിരമാലകളും എല്ലാം കൊണ്ട് നിറയുമ്പോഴും നിന്നെ തേടി വരുന്നൊരു ദൈവം, നിന്നെ അന്വേഷിച്ചിറങ്ങുന്നൊരു ദൈവം, എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ദൈവത്തെ അല്ല ബൈബിളിൽ കാണുന്നത്. ഉപേക്ഷിച്ച് കളയാത്തൊരു ദൈവം, ഉപേക്ഷിക്കാത്തൊരു ദൈവം, തള്ളിക്കളയാത്തൊരു ദൈവം. എത്രയോ മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞു. പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ലല്ലോ ചിലർ. ഏറ്റവും തകർന്നിരിക്കുന്ന സമയത്ത് വെറുതെ വീട്ടിൽ വന്ന് സാരയില്ല കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇല്ല. അതേ സമയത്താണ് ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഇവിടെ നിന്ന് അല്പം കൂടി സ്വരമുയർത്തി നിങ്ങളുടെ വീടിൻ്റെ എല്ലാ മുറികളും കേൾക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ പാപിയായിരിക്കാം, ഒറ്റപ്പെട്ടവനായിരിക്കാം, ലോകത്തിൽ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന് നീ തന്നെ വിധിയെഴുതിയ ഒരു ജീവിതമായിരിക്കും നിൻ്റേത്. ആ ജീവിതത്തെ നോക്കിയിട്ട് പറയുക, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഏറ്റവും വലിയ ചെളിക്കുഴിയിൽ കിടന്ന ഒരേ പാപം തന്നെ 1000 വട്ടം ആവർത്തിച്ചൊരു പാപിയായിരിക്കും നീ. എല്ലാത്തിനും വിമർശിക്കുന്ന ആളായിരിക്കും നീ. ദൈവത്തെ പോലും ഇഷ്ടമില്ലെന്ന് നീ നാവുകൊണ്ട് പറഞ്ഞ ഒരാളായിരിക്കും. എനിക്കിതിലൊന്നും കാര്യമോ കഥയോ ഇല്ല, എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് വരെ പറഞ്ഞ് പ്രസംഗിച്ച ആളായിരിക്കും നീ. പക്ഷേ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ പ്രതിസന്ധിയിലായിരിക്കുമ്പം ആദ്യം നിന്നെ തേടി വരുന്നത് ഈ ദൈവമായിരിക്കും. നോക്കൂ, എത്രയോ പേര് ഈ ശിഷ്യന്മാർ വലിയ ആൾക്കൂട്ടത്തിനിടയിലായി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി യാത്ര പോകുന്നത്. വേറെ ആരെങ്കിലും അന്വേഷിച്ച് വന്നോ? അന്വേഷിച്ച് വന്നത് ഒരു ദൈവമാണ്. അതേ ദൈവം നിന്റെ കുടുംബത്തെ അന്വേഷിച്ചിറങ്ങുന്ന ദിവസമാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 4ാമത്തെ ദിവസം എന്ന് എഴുതി വെച്ചു. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി തൊട്ടടുത്ത വീട്ടിലെ അപ്പുറത്തെ മുറി കിടക്കുന്നവർ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ നിന്നെ അറിയുന്ന ദൈവം നീ കടന്നു പോകുന്ന വഴികൾ എവിടെയാണെന്ന് ദൈവത്തിനറിയാം. നീ എവിടെയാ തോക്കാൻ തുടങ്ങുന്ന, നിൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്ന എവിടെയാണെന്ന് ഈ ദൈവത്തിന് അറിയാമെന്ന്. ഈ ദൈവത്തിന് അത് ശരിക്കും അറിയാം. ലോകത്തിൽ ആർക്കും നിന്നെ അറിയില്ല, പക്ഷെ ദൈവത്തിന് നിന്നെ അറിയാം. നിൻ്റെ ഓരോ ചലനങ്ങളും അറിയാം, നിൻ്റെ വിഷമങ്ങളും അറിയാം. അടുത്ത വാക്യം, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു വള്ളം പിടിച്ചു വന്നു എന്നല്ല, വെള്ളത്തിൻ്റെ മുകളിലൂടെ. നമ്മൾ എന്ത് കാര്യം ഓർത്തു? വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് മാജിക്കല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് നിൻ്റെ അടുത്തേക്ക് ഇതുപോലെ വരാൻ കഴിയും, ഇതുപോലെ വരാൻ കഴിയും. നിന്നെ പേടിപ്പിക്കുന്ന കാറ്റും തിരമാലയും എല്ലാം ഉള്ളപ്പോൾ അതിൻ്റെ മീതെ ദൈവത്തിന് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും. ആര് പറഞ്ഞു ദൈവത്തിന് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ലെന്ന്? ദൈവം നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇനി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം 25ാമത്തെ വാക്യത്തിൻ്റെ കഴിഞ്ഞിട്ട്, അവൻ കടലിന് മീതെ നടന്നു വരുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ പിശാച്, ഭൂതമെന്നവർ വിളിച്ചു പറഞ്ഞു. പിശാചെന്നാ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇടപെട്ട് കേട്ടോ. ശിഷ്യന്മാരാണേ പോലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ടതാണ് യേശുവിനെ. എന്നിട്ട് പോലും അവർ വിളിച്ച് യേശുവിനെ കണ്ടിട്ട് മുഖത്ത് നോക്കി പറയുക, ദേ ഭൂതം ഭൂതമെന്ന്. വിശ്വാസമല്ല ഏറ്റു പറഞ്ഞത്. എന്നിട്ടും ഉപേക്ഷിച്ച് കളഞ്ഞില്ല കേട്ടോ ദൈവം. എന്നിട്ടും തള്ളിക്കളഞ്ഞില്ല കേട്ടോ ഇവരെ. എന്നിട്ടും അവരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. എന്താ ഇത് സൂചിപ്പിക്കുന്നത്? ഏത് പ്രതിസന്ധിയുടെ മുകളിൽ നിന്നെ തോൽപ്പിക്കുന്ന ഏത് പ്രശ്നത്തെയും തോൽപ്പിക്കാൻ ദൈവത്തിന് പറ്റും. നിന്നെ വെല്ലുവിളിക്കുന്ന ഏത് വിഷയത്തെയും ഇല്ലാതാക്കാൻ ദൈവത്തിന് പറ്റുമെന്ന ഇതിൻ്റെ അർത്ഥം. എനിക്കതിനെ അത്ഭുതപ്പെടുത്തിയ ചിന്തിപ്പിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ, നീ ദൈവമാണെങ്കിൽ എന്നെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് ലീഹ ആ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വച്ചൊരു സമയമുണ്ട്. വെള്ളത്തിലുണ്ടായിരുന്നവർ വരെ നീ എന്തു മണ്ടത്തരവാ ചെയ്യാൻ പോകുന്നേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പലരും. അല്ലെങ്കിൽ കാറ്റും കോളും നിറഞ്ഞു നിൽക്കുമ്പോൾ ആരെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങുമോ? ആ തിരമാലയുടെ കാലെടുത്ത് വയ്ക്കുമോ? ആ കാറ്റിൻ്റെ സമയത്ത് ഭയപ്പെട്ട് അകത്ത് വിറച്ചിരിക്കുകയല്ലേ ഉള്ളൂ. പത്രോസ് ശ്ലീഹ ആ വള്ളത്തിൽ നിന്ന് കാലെടുത്ത് വച്ചപ്പം ഈ വെള്ളത്തിൽ ഇവൻ്റെ ജീവിതം തീരുന്നു കൂടെയുള്ളവർ പോലും വിധി എഴുതിയിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യമുണ്ട്, പത്രോസ് ശ്ലീഹയ്ക്ക് അറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആരാ വിളിച്ചത്?
വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന യേശുവാണ് ഈ പത്രോസിനെ വിളിച്ചത്. പത്രോസിൻ്റെ ഒരു ബോധ്യമാണ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് പറ്റുമെങ്കിൽ ഒരു 5 പ്രാവശ്യം മനസ്സിൽ പറ. എൻ്റെ ദൈവം, എൻ്റെ കൂടെയുള്ളവർ വിശ്വസ്തരല്ല, എൻ്റെ സുഹൃത്തുക്കൾ വിശ്വസ്തരല്ല, എൻ്റെ നാട്ടുകാർ വിശ്വസ്തരല്ല, എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരൊന്നും വിശ്വസ്തരല്ല, കാര്യത്തിന് കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ദൈവമോ വിശ്വസ്തനാണ്. അതാണ് പത്രോസ് ശ്ലീഹായുടെ ധൈര്യം. ആ വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു, കുറച്ച് സ്റ്റെപ്പുകൾ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ താണുപോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇതാ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്ത കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസിൻ്റെ ജീവിതം, ശരീരം വെള്ളത്തിൽ താന്നുപോയപ്പോൾ ആ കയ്യിൽ ഒരാൾ ചാടി പിടിച്ചു. ആ ദൈവത്തെ നിങ്ങൾ മറന്നു പോകരുത്, ആ ദൈവത്തെ ഉപേക്ഷിക്കരുത്. അതായത് താന്നു പോകുമ്പം അവനവൻ്റെ കാര്യം നോക്കി വള്ളത്തിലിരുന്ന കുറേ പേര് അവിടെയുണ്ട്. പക്ഷെ താന്നു പോയപ്പം ആ താന്നു പോകാത്ത വിധത്തിൽ പത്രോസിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചൊരു ദൈവമാണ് എൻ്റെയും നിൻ്റെയും ദൈവം. അപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ അലറിക്കാറുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ഒച്ച വെച്ച് പ്രസംഗിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹം അറിഞ്ഞ വ്യക്തികളുടെ ജീവിതം അവരറിയാതെ പ്രസംഗിക്കുമ്പോൾ ഒച്ച കൂടിപ്പോകും. കാരണം അവൻ തകർന്ന് താഴെ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കരം പിടിച്ചൊരു ദൈവത്തെ അവൻ ഓർക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ഒച്ച കൂടിയെന്നിരിക്കും. അത് അവൻ്റെ കുഴപ്പമല്ല, അവൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ്. അവൻ്റെ കൈക്ക് പിടിച്ചൊരു ദൈവം. ഇതാ, ഈ ദൈവം നിൻ്റെ കൈയും പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ചിട്ട് പറഞ്ഞ ബൈബിൾ എഴുതിയിട്ടില്ല അടുത്ത വാക്ക്, എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? പത്രോസിൻ്റെ കൈ പിടിച്ച് പറഞ്ഞൊന്നുമില്ലേലും ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ കേട്ടൊരു സ്വരം, അല്പ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് പറയാം. ഞാൻ കേട്ടൊരു സ്വരം പത്രോസിനോട് പറയുക, നീ വെള്ളത്തിൽ താന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഇവിടെ കിടന്ന് പിടയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ദൈവമാണ് നിന്നോടിന്ന് സംസാരിക്കുന്നത്. ഈ പ്രശ്നവും ഈ പ്രതിസന്ധിയും ഈ രോഗവും ഈ വെല്ലുവിളിയും ഉണ്ടായിട്ട് നീ നിൻ്റെ കുടുംബം എന്താ തകർന്നു പോകാത്തത്? നീ പോലും അറിഞ്ഞിട്ടില്ല ദൈവം നിൻ്റെ കൈ പിടിച്ചത്. അതോ മറിയത്തോട് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഈ ധൈര്യം മതി ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ച് സന്തോഷത്തോടെ തീർക്കാൻ. പ്രിയപ്പെട്ടവരെ, കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് നിയോഗത്തോടെ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തോടും പറയുക, നീ തകർന്നു പോകാൻ സമ്മതിക്കില്ല, നീ നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല, നീ താന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഒറ്റപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കില്ല. ആ ഒരു വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കട്ടെ. ഏത് പ്രശ്നത്തെയും ഏത് തിരമാലകളെയും തോൽപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ആ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശാലോമിൻ്റെ ഈ ഒരു ശുശ്രൂഷ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന മറിയത്തോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഭയം വേണ്ട. നിൻ്റെ കുടുംബത്തോടും പറഞ്ഞു, ഭയം വേണ്ട, അതിനെ കള. വേസ്റ്റ് കടലാസ് കീറി ആ കൊട്ടയിലിടുന്ന പോലെ അതിനെ കളഞ്ഞ് ദൈവസന്നിധിയിൽ നിയോഗം വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ 4-ാം ദിവസത്തെ നിയോഗം സമർപ്പിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുക. തുടർന്ന് ആരാധനയാണ്. ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുക. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും, അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കും. ഒരുപക്ഷെ നീ ഇന്ന് ഇളകി മറിയുന്നൊരു വള്ളത്തിലായിരിക്കും ഇരിക്കുന്നത്. നിൻ്റെ സഞ്ചരിക്കുന്ന വള്ളം പോലും നേരെ നിർത്താൻ നീ ഇപ്പോൾ തോറ്റിരിക്കുകയായിരിക്കും. ശിഷ്യന്മാർ വലിയ മിടുക്കന്മാരായിരുന്നു, പക്ഷേ അത് സഞ്ചരിക്കുന്ന വള്ളം പോലും നേരെ നിർത്താൻ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കഴിഞ്ഞില്ല. നമ്മളും ചിലപ്പോഴും അങ്ങനെയൊക്കെയാണ്. കഴിവുണ്ട്, മിടുക്കുണ്ട്, പണമുണ്ട്, ബാങ്ക് അക്കൗണ്ടുണ്ട്, ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷേ ചില സമയത്ത് ജീവിതം വല്ലാതെ ഉലയുമ്പം അതുപോലും നേരെ നിർത്താൻ പറ്റാതെ വരും നമ്മളെക്കൊണ്ട്. അപ്പോഴാണ് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വിലയും ശക്തിയും കഴിവും ആരെല്ലാം നമ്മൾ അറിയുന്നത്. ഇതേ ദൈവം വള്ളത്തെ മാത്രമല്ല, നിൻ്റെ ജീവിതത്തെയും പിടിച്ചിട്ടുണ്ട്, നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തിയ ആ വാക്യം ഒന്ന് പറയട്ടെ, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരാധനയിൽ ഇത് സമർപ്പിക്കും. നിയോഗത്തോടെ പങ്കെടുക്കുക. ഈ ജപമാല സഖ്യത്തിൽ പങ്കുചേരുക. ഒരുമിച്ചൊരു കൂട്ടായ്മയിലായിരിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആരാധിക്കാം, ഒരുമിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ദൈവപുത്ര അങ്ങയ്ക്കാരാധന, യേശുനാഥ അങ്ങയ്ക്കാരാധന, ദൈവപുത്ര അങ്ങയ്ക്കാരാധന, യേശുനാഥ അങ്ങയ്ക്കാരാധന. തിരുസന്നിധിയിൽ എന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന, തിരുസന്നിധിയിൽ എന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന. ഒരുമിച്ച് ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, ദൈവപുത്ര അങ്ങേക്ക് ആരാധന. ഒരുമിച്ച് പാടുന്നു. യേശുനാഥ അങ്ങേക്ക് ആരാധന. എല്ലാവരും ചേർന്ന് ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങയ്ക്കാരാധന. കരങ്ങളെ ഉയർത്തി നമുക്കൊരു നിമിഷം ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന 4-ാം ദിവസത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളെല്ലാവരെയും ചേർത്ത് അങ്ങയെ സ്തുതിച്ചൊരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ യുവതി യുവാക്കളെയും എല്ലാ മാതാപിതാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ, മറുപടി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത വിടുതലുകൾ ഈ കുടുംബത്തെ സംഭവിക്കണമേ, അത്ഭുത മാനസാന്തരങ്ങൾ സംഭവിക്കണമേ, അത്ഭുത വിശുദ്ധീകരണങ്ങൾ സംഭവിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പ്രാർത്ഥിക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന, ശാലോം കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയിലെ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവസാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ട വചനമാണ്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. മറിയമേ, നീ ഭയപ്പെടേണ്ട. ആമേൻ. നിനക്ക് ഭയം വേണ്ട. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ഏതെല്ലാമോ കാര്യങ്ങൾക്കായി, ഏതെല്ലോ വിഷയങ്ങൾക്കായി ഭയപ്പെടുന്നവരാണ്. നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഭയങ്ങളുണ്ട്. ഭയം. ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എത്രയോ ഭയങ്ങളാണ് ഉള്ളിലുള്ളത്. ഭയം. എന്തിനെ ഓർത്തൊക്കെയാ ഭയം? ജീവിത പങ്കാളിയെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. മറിയമേ, നീ ഭയപ്പെടേണ്ട. ഒരു മനുഷ്യനെ, ഏതു തകർന്നവനെയും ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം,
എല്ലാവരും നമ്മളെ ഒന്ന് പേടിപ്പിക്കാനാണ് നോക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളവരാണേലും കൂടെയുള്ളവരാണേലും പറഞ്ഞു വരുമ്പം നമുക്ക് ഭയം തോന്നുവാണ്. വീണ്ടും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ധാരാളം നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരോടും പറയാൻ പറ്റാത്ത ചില ഭയമുണ്ട്. അവനവൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ കൊണ്ടു നടക്കുന്ന ചില ഭയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഏതു കാര്യത്തിലാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആ വിഷയത്തെ നോക്കിയിട്ട് ഇന്ന് ദൈവം പറയുന്നൊരു കാര്യമാണ്, നീ ആ വിഷയത്തെ ഓർത്ത് ഭയപ്പെടണ്ട. ആമേൻ. അതിനൊരു പ്രത്യേക ഉത്തരവുണ്ട്. അത് പറയുമ്പോൾ എന്താണെന്നറിയോ? നിങ്ങളുടെ ആ ഭയമാകട്ടെ, ഉത്കണ്ഠയാകട്ടെ, ആശങ്കയാവട്ടെ, അത് ദൈവം ഏറ്റെടുത്തിട്ടാണ്, ആ വിഷയത്തെ ദൈവം ഏറ്റെടുത്തിട്ടാണ് നിന്നോട് ദൈവം പറയുന്നത് ഭയപ്പെടണ്ടെന്ന്. ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? ദൈവം ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കുത്തരമില്ലാത്ത ഒരുപാട് വിഷയങ്ങളെ നിങ്ങളെ വല്ലാതെ അലട്ടുമ്പോൾ ആ വിഷയത്തെ നോക്കിയിട്ട് ദൈവം എന്ന് പറയുവാണ്, ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തു, നിൻ്റെ കുടുംബത്തെ ഞാൻ ഏറ്റെടുത്തു, നിൻ്റെ ആ ഒരു പ്രതിസന്ധിയെ ഞാൻ ഏറ്റെടുത്തു, ആ ഒരു ഭാരത്തെ ഞാൻ ഏറ്റെടുത്തു. ഏറ്റെടുക്കുന്നൊരു ദൈവം ഏറ്റെടുത്തിട്ട് മറുപടി പറയുകയാണ്, നീ ഭയപ്പെടണ്ട. ഇനി ആ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. കാരണം ഏറ്റെടുത്തത് ദൈവമാണ്. ഏറ്റെടുത്ത ദൈവമാണ് പറയുന്നത് ഭയപ്പെടണ്ട. ഒത്തിരി കാര്യങ്ങളിൽ ഭയങ്ങളില്ലേ? ഭയം കൂടിക്കൂടി മനസ്സിൻ്റെ നില തെറ്റിയവരുണ്ട്. മാനസികമായി മരുന്ന് കഴിക്കുന്നവരുണ്ട്. മനസ്സിനെ ഒന്ന് നേരെ നിർത്താൻ മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഒത്തിരി ഭയം. അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പലപ്പോൾ പറയും, സൈക്കാട്രിസ്റ്റ് പറയും, നിങ്ങൾക്കൊത്തിരി ഭയമാണ്, നിങ്ങൾ ഒത്തിരി ടെൻഷനാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റിയിട്ടുണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കണം. ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏതാ വിഷയം എന്നറിയാമോ? ഭയപ്പെടണ്ട. ആ വിഷയത്തെ ഒന്ന് കൊണ്ടുവന്നേ. ഭയം വേണ്ട. മക്കളെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. മക്കളെ ഓർത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഭയമുള്ളൊരു കാര്യമാണ് മക്കളെ ഓർത്തുള്ള ഭയം. അവരെ സ്കൂളിൽ വിടുമ്പോൾ ഭയം, അവരുടെ കൂട്ടുകെട്ടുകളെ ഓർത്ത് ഭയം, ഇനി കോളേജിൽ പോയാൽ അവരെക്കുറിച്ചുള്ള ഭയം, അവരുടെ ബന്ധങ്ങൾ എന്താണ്, അവരുടെ ഇടപാടുകൾ എങ്ങനെയാണ്, അവരെവിടെയൊക്കെ പോകും, തിരിച്ചു വരുന്ന അവരുടെ കൺമുമ്പിൽ എത്തുന്നത് വരെയും ഒത്തിരി ഭയമാണ്. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരുപാട് ഭയങ്ങൾ ഈ സാഹചര്യത്തിലുണ്ട്. നിങ്ങളുടെ ഭയം എന്തുമാകട്ടെ, എന്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭയമാകട്ടെ, അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഭയങ്ങളെല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ഭയങ്ങൾ, നിൻ്റെ കുടുംബ സാഹചര്യങ്ങളെ ഓർത്തുള്ള ഭയം, രോഗത്തെ ഓർത്തുള്ള ഭയം, ആരോഗ്യത്തെ ഓർത്തുള്ള ഭയം, സാമ്പത്തിക പ്രതിസന്ധിയെ ഓർത്തുള്ള ഭയം, കടക്കാരെ ഓർത്തുള്ള ഭയം, ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ ഓർത്ത് ഭയം, അതെങ്ങനെ ചെയ്യും, അതെങ്ങനെ അത് കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇതൊക്കെ നടക്കുമോ, ശരിയാകുമോ, എല്ലാ ഭയങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നീ സമർപ്പിച്ച ഓരോ വിഷയങ്ങളെ നോക്കിയിട്ട് പറയുന്നു, നീ ഭയപ്പെടണ്ട. നീ ഭയപ്പെടണ്ട. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഓരോ ദിവസവും ദൈവം ഓരോ അത്ഭുതങ്ങൾ ചെയ്ത് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, നിന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടണ്ട. അങ്ങനെയെങ്കിൽ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടുകയാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ ചേർന്ന് പാടുകയാണ്. ഭയം, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ഭയവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് ചേർന്ന് പാടുന്നു. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. പിന്നെയോ കരയരുതേ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരു പാട്ടായിട്ട് പാടാതെ ഇത് നിന്നോട് ദൈവം ഇപ്പോൾ സംസാരിക്കുന്നതായി ഒന്ന് കേട്ടെ. ഇത് ആരോടോ പറയുമല്ല, ഇത് ഒരു പാട്ടുകാരൻ ജസ്റ്റ് പാടുന്നു, അത് ഞാൻ ടി വിയിലൂടെ കേൾക്കുന്നു എന്നല്ല. ഇത് നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമായിട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ? ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിൻ്റെ ദൈവമല്ലേ.
ഒന്ന് കേട്ടേ, അത് കണ്ണുകളെ ഒന്ന് അടച്ച്. ഇത് നിന്നോട് ദൈവം സംസാരിക്കുകയാണ്. ഈ പാടുന്നത് നിന്നോട് ദൈവം സംസാരിക്കുന്നതാ. നിന്റെ കുടുംബത്തോട് ദൈവം സംസാരിക്കുന്നതാ. നിന്റെ പ്രതിസന്ധിയെ നോക്കി ദൈവം സംസാരിക്കുന്നതാ. രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭയപ്പെട്ടിരിക്കുന്ന നിന്നോട് ദൈവം സംസാരിക്കുന്നതാ. ഈ പാട്ട് മക്കളെ ഓർത്തുള്ള ഭയം, ജീവിത പങ്കാളി ഓർത്തുള്ള ഭയം, കുടുംബ ഭദ്രതയെ ഓർത്തുള്ള ഭയം, എല്ലാ ഭയത്തിലും ഇരിക്കുന്ന അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ് കലങ്ങി മറിഞ്ഞ നിന്റെ മനസ്സിനോട് ദൈവം ഈ പാട്ട് പറഞ്ഞ് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട. ഒന്ന് ചേർന്ന് പാടാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുത്, കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. രണ്ടു കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് ഈ വാക്ക് എൻ്റെ ദൈവം എന്നോട് പറയുന്ന വാക്കാണ്. എൻ്റെ കൂടെയുള്ളവരും എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഓരോ ദിവസവും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്. കുറ്റം പറഞ്ഞും വിമർശിച്ചും നിൻ്റെ കുഴപ്പം കൊണ്ടാ, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, നീ വരുത്തി വച്ചതാ, നീയാണ് അതിൻ്റെ കാരണക്കാരൻ, നീയാണതിൻ്റെ കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വേദനകളെ കൂട്ടുമ്പോൾ, എൻ്റെ പ്രശ്നങ്ങളുടെ അളവ് കൂട്ടുമ്പോൾ, എൻ്റെ മനസ്സ് ഭയം കൊണ്ട് നിറയുമ്പോൾ, എൻ്റെ ദൈവമോ ഇതാ എന്നോട് പറയുന്നു, ചുറ്റും നിൽക്കുന്നവർ നിന്നെ ഭയപ്പെടുത്തുമ്പോൾ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഒട്ടും ഭയപ്പെടേണ്ട. നിന്റെ ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ചേർന്ന് പാടുകയാണ്. ശബ്ദമുയർത്തി ശക്തിയോടെ വിശ്വാസത്തോടെ ചേർന്ന് പാടാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഒന്നും കൂടെ പാടാമോ? ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. അതാണ് അതിൻ്റെ സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം പാടി പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് കേട്ട വചന ഓർമ്മയില്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ ശിഷ്യന്മാർ ഒരു വള്ളത്തിൽ, ഒരു വഞ്ചിയിൽ ഇങ്ങനെ അങ്ങ് പോകുമ്പം പ്രതീക്ഷിക്കാത്ത കാറ്റും കോളും തിരമാലയെല്ലാം വന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി വല്ലാതെ ഉലഞ്ഞു. എന്താ ഉലയുക എന്ന് പറഞ്ഞാൽ? വല്ലാതെ മറിയുന്ന പോലായി. അപ്പോൾ ആ വള്ളത്തിനകത്തുള്ളവരോ അവർ മറിയാതിരിക്കാൻ പിടിച്ചു നിർത്തിയിട്ടും അത് വല്ലാതെ ഉലഞ്ഞു. ചിലപ്പോൾ നമ്മുടെ നേരെ അടിക്കുന്ന എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നിനക്ക് കഴിയില്ല. ജീവിതത്തിലേക്ക് എത്രയോ കാറ്റുകളാണ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം ജീവിതമാകുന്ന വഞ്ചി വല്ലാതെ ഉലഞ്ഞില്ലേ, വല്ലാതെ ഉലഞ്ഞില്ലേ? പക്ഷേ അത് മറിയാതെ, മുങ്ങിപ്പോകാതെ സൂക്ഷിക്കുന്ന, കരുതുന്ന, സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ അതറിയാൻ പറ്റും. തിരമാലയിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ജീവിതം ഉലഞ്ഞു പോയവരുണ്ടോ? ജീവിതം വല്ലാതെ ആടി ഉലയുന്നവരുണ്ടോ? എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടോ? ഇതാ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശു അവരുടെ അടുത്തേക്ക് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഇതാ ഇന്നും ജീവിക്കുന്ന ദൈവം ആടി ഉലഞ്ഞ വള്ളത്തിൽ പേടിച്ചരണ്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വരുന്ന യേശു ഇതാ നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ആമേൻ. നിന്റെ കുടുംബത്തേക്ക് ഇപ്പോൾ നടന്നു വരുന്നു. നീ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലേക്കും ദൈവം ഇതാ നടന്നു വരുന്നു. ദൈവം ഇതാ നടന്നു വരുന്നു. ഈ നടന്നു വന്ന വിശുദ്ധ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതലുള്ള വാക്യത്തിൽ തകർന്ന് തരിപ്പണമായി പോയി എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വന്ന അതേ യേശു ഇതാ നിന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഈ 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തേക്ക്, നിന്റെ മുറിയിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, നിന്റെ അസ്വസ്ഥതകളിലേക്ക് ദൈവം ഇതാ നടന്നു വരുന്നു.
ദൈവം നടന്നു വരുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഇതാ ഭൂതം, ഇതാ പിശാച്. അവർ ദൈവം അടുത്തു വന്നപ്പോൾ പോലും ദൈവമായിട്ട് പോലും അല്ല കണ്ടത്, സാത്താനായിട്ടും ഭൂതമായിട്ടും കണ്ടു. എന്നിട്ടും അകന്നു പോകാത്ത യേശുവിനോട് പത്രോസ്ലിഹ പറഞ്ഞു, കർത്താവേ, അങ്ങാന്നെങ്കിൽ എന്നെയും ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വരാൻ കൽപ്പിക്കുക. നമ്മൾ ഒരിക്കൽ കൂടി ഭയപ്പെടേണ്ട മകനെ മകളെ എന്ന് പാടാൻ പോവുകയാണ്. അതിനുമുമ്പ് ഒന്ന് കേട്ടേ, അതിനുമുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചേ. നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ നടന്നു വരട്ടെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ, നീ ഒരു വാക്ക് പറ. യേശു പറഞ്ഞു, വരാൻ പറഞ്ഞു. വഞ്ചിയിൽ നിന്ന്, വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു കാലിട്ടു. രണ്ടാമത്തെ കാലും വച്ച് നമ്മളൊക്കെ ഉറപ്പുള്ളൊരു പ്രതലത്തിന്മേൽ നടക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പത്രോസ് നടന്നു. സത്യമായി നടന്നു. നമ്മളൊക്കെ കാർപ്പറ്റിട്ടിരിക്കുന്ന ഈ ഉറച്ച പ്രതലത്തിലൂടെ നടക്കുന്ന പോലെ താന്നു പോകാതെ ഈ പത്രോസ് നടന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ വെള്ളത്തിൽ താന്നു പോയപ്പോൾ പത്രോസ്ലിഹ ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അത്ഭുത കാര്യമുണ്ട്. താന്നുപോയ പത്രോസിനെ ആ കയ്യിൽ യേശു മുറുകെ പിടിച്ചു, ചാടി പിടിച്ചു. ആ കയ്യിൽ വള്ളത്തിൽ ഇരുന്ന ശിഷ്യന്മാരല്ല താന്നുപോയ പത്രോസിനെ ഓടി വന്ന് നീന്തി വന്ന് പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കിയത്. ആദ്യം ആ കയ്യെ പിടിച്ചത് യേശുവാണ്, കൂടെയുള്ളവരല്ല. നിങ്ങളോടിത് പറയട്ടെ, നിങ്ങളോടാണ് ഇത് പറയുന്നത്. നിങ്ങളൊക്കെ ജീവിതത്തിൽ താന്നു പോകാൻ തുടങ്ങിയ ഏതൊക്കെയോ സാഹചര്യത്തിലാണ് നിങ്ങളുള്ളത്. താന്നു പോവാണ്. അപ്പോൾ ആ കയ്യിൽ ഒരുപക്ഷെ ആദ്യം പിടിക്കുന്നത് ഈ കർത്താവായിരിക്കും. ഒരുപക്ഷെ പണമുള്ളപ്പോൾ ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർ, പല കാര്യങ്ങൾക്കും സുഹൃത്തുക്കളും ബന്ധങ്ങളും പോകാനും വരാനും എല്ലാ ആളുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നത്തിൽ താന്നു പോയപ്പം അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തവരായി. മെസ്സേജ് അയച്ചാൽ ഒരു റിപ്ലൈ പോലും അവർ തരില്ല കണ്ടാലും. അങ്ങനെയുള്ള സമയത്തും ചില ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ താന്നു പോകുമ്പോൾ പത്രോസിൻ്റെ കരം പിടിച്ച അതേ കരം നിന്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന ദിവസമാണിന്ന്. നിന്റെ ജീവിതത്തെ താന്നു പോകാതെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയമാണ്. ചേർന്ന് നമ്മൾ പാടുകയാണ്, ഭയപ്പെടേണ്ട മകനെ മകളെ. ഇത് പാടുമ്പോൾ ഇത് ദൈവം നിന്റെ കൈക്ക് പിടിച്ച് ഈ ശാലോം ടിവിയിലൂടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ കുടുംബമേ, നിന്റെ കുടുംബത്തെ ദൈവം ഇതുപോലെ മുറുക്കെ പിടിച്ചിട്ട് നിന്നോട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനെ മകളെ എന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുത്, കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒന്നും കൂടെ പാടാമോ? ഭയപ്പെടേണ്ട എന്റെ ജീവിതത്തെ മുറുകെ പിടിച്ച്, മകളെ, എന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ച്, എന്റെ കരുത്തെ മുറുകെ പിടിച്ച്, എന്റെ ആവശ്യങ്ങളെ മുറുകെ പിടിച്ച് എന്റെ ദൈവം എന്നോട് പറയുന്നു, കരയണ്ട, കരയണ്ട എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ 4 ദിവസങ്ങളിലും സമർപ്പിച്ച ഓരോ നിയോഗവും ഇന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഭയം വേണ്ട, ടെൻഷൻ വേണ്ട, ഡെസ്പാകരുത്, ഡൗൺ ആകരുത്, നിരാശ വേണ്ട. ഈ ദൈവം നിന്നോട് പറയുക, സമാധാനത്തോടെ ഇരിക്കുക, ഭയപ്പെടേണ്ട. ഈ ദൈവം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ ഒറ്റപ്പെട്ടു പോകാനും വെള്ളത്തിൽ മുങ്ങിപ്പോകാനും നശിച്ചു പോകാനും ഈ ദൈവം സമ്മതിക്കില്ല കേട്ടോ. ഒരിക്കലും സമ്മതിക്കില്ല. എപ്പോഴും എല്ലാത്തിനും ആളുണ്ടാവും. ജീവിതത്തിൽ താന്നു പോകുമ്പം പിടിക്കാൻ ഒരു കരമേ ആദ്യം കാണൂ. അത് ദൈവത്തിൻ്റെ കരമാണ്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവം നിന്റെ കരം പിടിച്ചിരിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ ദൈവീക സ്വരത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. ചേർത്ത് പിടിച്ച ആ നല്ല കരത്തെ ഓർത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈ വചനം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലുക.